മോളി കയറിണ്ടായിരുന്നു. ഡോറ് തുറന്നു, പക്ഷെ അടച്ചിട്ട് പോന്നത്. ആവശ്യമില്ലാത്ത പലയിടത്ത് ഞാൻ തല വെക്കണതാ. അതെ, ആളെന്തെങ്കിലും പറയണമെന്നെ തിരിച്ചൊന്നും പറയാതെ കണ്ടിട്ടാണ്. നീ താഴെപ്പെടാം. ഡോറൊക്കെ കാണാറില്ല. എടാ നീ രണ്ടാമത്തെ വള്ളിക്കൊക്കെ പിടിക്കാതെ കേട്ടോ. ഇതെന്തുള്ള പോലെ ഒന്നുമില്ല. എന്താടോ? എന്താ അവിടെ നിശാന്ത എന്തോ പിടിച്ച് വലിച്ചു. അവിടെ മേലുണ്ട് ആള്. ഞാനും കണ്ടതെടുത്ത് വലിക്കണത്. മൂപ്പര് ഉള്ളിക്ക് പോയി. അല്ല, കാര്യം പറയണേ മനുഷ്യ, കാര്യമായിട്ട് പറയണേ. നിശാന്തേട്ടാ, അന്ന് എന്താണ്ടായത് ശരിക്കും? അന്ന് നീ എന്താ ചെയ്യുന്നത്? എടാ നീ നുണ പറയല്ലേ? നമ്മളൊരു കുരിക്കലാണ് പെട്ടിരിക്കുന്നത്. അതറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കണേ. എന്തെങ്കിലും ചെയ്തെങ്കിൽ ഒന്ന് പറ. എടാ പറയടാ. ഇല്ല, നീ കാര്യം പറയും.
lost this game. ഈ പറഞ്ഞ കാര്യം മൊത്തം ചെന്ന് വന്ന ദിവസം ചെയ്തതാണ്. അറിയാണ്ട് പറ്റിപ്പോയത്. എടാ നീ ചെയ്തേക്കണ തെറ്റിന്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം. നമ്മളിപ്പോ ജീവൻ വെച്ചിട്ടാണ് നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കണേ. നിങ്ങൾ എല്ലാവർക്കും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളാരും പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിലത്തെ ഹൗസ് ഓണറിൻ്റെ മകൾക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പയ്യനും ഈ പെൺകുട്ടിയും കൂടിയിട്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് ആ പയ്യനൊരു ആക്സിഡൻറ്റ് പറ്റി. ആ പയ്യനെ അവിടെ വെച്ചിട്ട് തന്നെ മരണപ്പെടും. ആ പയ്യൻ്റെ മരണത്തിന് ശേഷം ആ പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മോതിരം ഈ പെൺകുട്ടി കയ്യിൽ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അത് നോക്കിയിട്ട് വിഷമം സഹിക്കാൻ പറ്റാതെ ഈ പെൺകുട്ടി മരണപ്പെടും. ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും, അതായത് ഈ ഹൗസ് ഓണർ, ഇവിടുന്ന് മാറും. പകരം ഇവിടേക്ക് താമസിക്കാൻ വന്നിട്ടുള്ള പല ആളുകൾക്കും ഈ വീട്ടിൽ വെച്ചിട്ട് പലതരം അനുഭവങ്ങളും പലതരം പ്രശ്നങ്ങളും വന്നപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് ഓണർ ഒരു പൂജാരിനെ കൊണ്ട് നോക്കിക്കുകയും ഈ പെൺകുട്ടിക്ക് മോക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ളത് അറിയും. അതുപോലെ തന്നെ കുറച്ച് പൂജകളും ചെയ്ത് ഈ മോതിരം ഒരു പെട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് ആ പെൺകുട്ടി മരിച്ച റൂമിൻ്റെ ഉള്ളിൽ വെക്കുകയും ചെയ്തു. അന്ന് ആ പൂജാരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ സ്വകാര്യതയിലേക്ക്, അതായത് ഈ പെൺകുട്ടിയുടെ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് വേറെ ആരും കയറരുതെന്ന് അന്ന് പൂജാരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് രക്ഷപ്പെടാൻ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെടുത്ത ആ മോതിരം തിരിച്ചാ ബോക്സിൽ കൊണ്ടുപോയി വെക്കണം. അല്ലാതെ ഒന്നും നമുക്ക് ഇതിന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. എടാ മോതിരം നിന്നിട്ട് എവിടെ കൊണ്ടുവച്ചത്? കയ്യിലോ?